മായി കണ്ടെത്തി പറയുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്പിൽ ആകെ മൊത്തം നമ്മളെ ഈ സംസ്കാരങ്ങൾ എല്ലാ ദേശങ്ങളും കൂടി കലർന്നിട്ട് വന്നിട്ടുള്ള ചരിത്രമാണുള്ളത്. അതാണ് ഈ മഹാശിലാ സംസ്കാരത്തിൽ, നവീന മഹാശിലാ സംസ്കാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ സമൂഹത്തിൽ നമ്പൂരിമാർ ഈ രാജ്യത്തിൻ്റെ ഈ പശ്ചിമ തീരത്തിൻ്റെ ആകെ മാറ്റം വരുത്തിയവരാണ്. ചരിത്രകാരന്മാർ അവരല്ല കൃഷി ഇവിടെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ വെട്ടത്തും പിന്നെ കാനൂരും പച്ചാട്ടിയും നിറമരുതൂരൊക്കെ പരിശോധിച്ചാൽ ഈ നമ്പൂരിമാരാണ് ഉഴവരായിട്ട് കൃഷി നടത്തിയിട്ടുള്ളത്. ഈ കൃഷി നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ വെള്ളാള നായന്മാരുണ്ടായിരുന്നു. അതുപോലെ അവർ ഈ കാട് പിടിച്ച് വെള്ളക്കുണ്ടായി കിടന്നിരുന്ന പ്രദേശങ്ങളെ മാറ്റിമറിച്ച് കണ്ടങ്ങളാക്കി, പാടങ്ങളാക്കി, അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള ഇടങ്ങൾ തറകളാക്കി, തറ കിളച്ചുണ്ടാക്കി ആ തറക്കരികിൽ കുളങ്ങൾ കുത്തി ആ വെള്ളം എങ്ങനെ ഒഴുക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന പിന്നെ നീർത്തടാധിഷ്ഠിത പ്രവർത്തനങ്ങളെ ഇപ്പോൾ പൊതുവായിട്ട് നമ്മളെ എല്ലാ പഞ്ചായത്തുകളും നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഇത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അവരിന്ന് കാണുന്ന കുളവും തോടും മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ. നമ്മളതിൽ കയറിയിട്ട് പണ്ടുണ്ടായിരുന്ന കുളത്തെക്കുറിച്ചും ആ കുളം എങ്ങനെ നഷ്ടപ്പെട്ട് ആ കുളത്തിന് എന്തെല്ലാം കഥകളുണ്ടായിരുന്നു, ഒരു അരുവി, ഒരു തോട്ടിലൂടെ ആരെല്ലാം സഞ്ചരിച്ചിരുന്നു, എങ്ങനെ സഞ്ചരിച്ചിരുന്നു, അതിൻ്റെ കരയിൽ ജീവിച്ചിരുന്നു, എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്പൂരിമാരുടെ ഈ ചരിത്രം കൂടി നമുക്കറിയുന്നത്. സത്യത്തിൽ ഷോഡ സംസ്കാരം ഈ രാജ്യത്ത് പടർന്നത് എന്തായിരുന്നാലും ഉൽപ്പാദന വ്യവസ്ഥയിലുള്ള അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ പിന്നെ ചില ചരിത്രങ്ങൾ അതിലുണ്ട്. കാരണം നവീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു മരത്തിന് ചുറ്റും മന്ത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യർ അവരെ കൂട്ടത്തിൽ കന്നുകാലികളെയും പശുക്കളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ജീവിച്ചിരുന്ന ഇതിലേക്കാണ് കാളകളെ പാടത്ത് പൂട്ടാനും കൊഴുവ് ഉപയോഗിക്കാനും തുടങ്ങുന്നത്. ആ സമയത്ത് ഈ സമൂഹം നമ്പൂരിമാരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇത് അവസാനം എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ തീയരടക്കം ഭിക്ഷക്കാരായിട്ട് നെല്ലിന് വേണ്ടി അവരെടുത്ത് ചെല്ലുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു വന്ന സമൂഹത്തിൽ ഈ സമൂഹത്തിലുള്ള പിന്നെ അയിത്തം എന്ന് പറയുന്നത് ഉണ്ടായത് സത്യത്തിൽ ശ്രീകോവിലിൽ അധികാരം ഇവർക്കായി. നമ്പൂരിമാർ കാർഷികമായി പ്രവർത്തിച്ച് അവരെ പത്തായം നിറഞ്ഞ് സമ്പന്നരായതോടുകൂടിയിട്ട് അവർ വേദത്തിൻ്റെയും അവരെ വിശ്വാസത്തിൻ്റെയും മാത്രം പ്രവർത്തകരായി മാറാൻ തുടങ്ങുകയാണ്. അവർ പിന്നെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അമ്പലവാസികളെ സൃഷ്ടിച്ച് അവരെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവരെ ആചാരങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ മാറിയപ്പോൾ അമ്പലങ്ങളിലെ ശ്രീകോവിലിൽ അവർക്ക് മാത്രം അധികാരം ഉണ്ടാകുക. അതുപോലെ തന്നെ നായാടികളെ എല്ലാ ഭാഗത്തുനിന്നും കാടും കരയിൽ താമസിച്ചിരുന്ന നായാടികളെ എല്ലാ ഭാഗത്തുനിന്നും അടിച്ചോടിച്ചത് അവരാണ്. അവർക്ക് മുമ്പ് തീയരും അവരെ ആക്രമിച്ചിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ അവർക്കൊക്കെ കൃത്യമായിട്ട് ചെറുമന് ഇത്ര, അതിൽ താഴെയുള്ളവർക്ക് ഇത്ര എന്നൊക്കെ കണക്കാക്കിയിട്ട് ദൂരം നമ്പൂരി അവരും തമ്മിലുള്ള ദൂരം വരെ നിശ്ചയിച്ചിട്ടാണ് അയിത്തം നിശ്ചയിച്ചത്. ഇങ്ങനെയൊക്കെ നിശ്ചയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുലധർമ്മ വിഭാഗങ്ങളും ഈ സാധാരണ മനുഷ്യരും എല്ലാവരും ജീവിക്കുമ്പോൾ അവരെ മുഴുവൻ ഇവരടിമപ്പെടുത്തി ജീവിക്കാനുള്ള, ഇവർക്ക് സ്വതന്ത്രമായി പിന്നെ അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതുകൊണ്ടുണ്ടായി വന്നിരുന്നത്. സത്യത്തിൽ ഷോഡ സംസ്കാരത്തിൻ്റെ അവസാന ഫലം എന്ന് ചോദിച്ചാൽ നമ്പൂരിമാർ തന്നെ അതിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ അടിപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ഈ ഭൂമിയിൽ നിന്ന് ഈ പശ്ചിമ തീരത്തുനിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഗതികേടിലേക്ക് എത്തിയത് ആ വിശ്വാസം തന്നെയാണ്. വിശ്വാസം കാരണമാണ്. അവർക്ക് ശേഷം നായന്മാരാണ് വളരുന്നത്. ഇത് പിന്നെ കൃഷിക്കാർക്കിടയിൽ പിന്നെ ഇവർ ഈ ഭൂമി പാട്ടത്തിനായിട്ടും കാണായിട്ടും പല നിലക്കും ഇവരെ ഭൂമി, സ്വന്തം ഭൂമി, ഞാൻ അന്വേഷിച്ചപ്പോൾ നിറമരുതൂരിലെ മുഴുവൻ ഭൂമിയുടെ ജമ്മികളെ കിട്ടി. അതുപോലെ തന്നെ കാരൂരിൻ്റെ ജമ്മികളെ മുഴുവൻ കിട്ടി. അതുപോലെ ഓരോ പ്രദേശത്തിൻ്റെ ജമ്മികൾ മുഴുവൻ ഓരോ ബ്രാഹ്മണ നമ്പൂരിമാരായിരുന്നു.
ആ നമ്പൂരിമാരുടെ പേരിലാണ് കാനൂർ എന്നുള്ള പേര് വന്നത് തന്നെ ഒരു കാനികത്ത് നമ്പൂരിൻ്റെ പേരിലാണ്. അങ്ങനെ ഈ കംപ്ലീറ്റ് ഭൂമി അവരെ കയ്യിലായപ്പോഴും സമ്പന്നരായപ്പോഴും അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അവരിതെല്ലാം പാട്ടത്തിനും കാണത്തും മറ്റായിട്ട് കൊടുത്തിട്ട് ആ പാട്ടം പിരിക്കാൻ നായന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവർ സ്വസ്ഥമായി കർമ്മങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും ആ സമയത്താണ് ഇവർ ശ്രീകോവിലിൽ മറ്റൊരാൾക്കും പ്രവേശിക്കാൻ അധികാരമില്ലാതെ അവർ സ്വന്തമാക്കി മാറ്റിയത്. അതുപോലെ അങ്ങനെ വന്ന് പണ്ട് അവർ ഇവിടെ എത്തുമ്പോൾ അവരെ വിശ്വാസം എന്തായിരുന്നു വെച്ചാൽ കൂട്ടത്തോടെ ഓരോ ഗ്രാമത്തിലേക്കും അവർ മാറും, ഒന്നിച്ചു വരുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ഒരു ഗ്രാമത്തിൽ നിന്ന് പോയാൽ അയാൾ ഈ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. അയാൾ പോയോടത്ത് പോലും അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് അതിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇത് വളർന്നു വന്ന് നായന്മാർ 8 കോട്ട ഉണ്ടാക്കി വെട്ടത്ത് നാട്ടിൽ. ഇതെങ്ങനെ നായന്മാർക്ക് അധികാരങ്ങളും കാര്യങ്ങളും ഉണ്ടായെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അത് സാമൂതിരിയുടെ ഒരു വലിയ തന്ത്രപൂർവ്വമുള്ള ഇപ്പോഴത്തെ വികേന്ദ്രീകരണ ആസൂത്രണത്തിൻ്റെ അതേപടിയുള്ളൊരു പഴയ മാതൃകയാണ് അത് അങ്ങനെ ആക്കി തീർത്തത്. എങ്ങനെ ഈ വെട്ടത്ത് രാജാവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ വലിയൊരു സ്ഥാനം, കുഞ്ഞിക്കുരുക്കൾ എന്നൊരു സ്ഥാനം ഈ വല്ലവെട്ടാക്കളരി കുരുക്കൾക്ക് അതിൻ്റെ കാരണവർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലെ നികുതി പിരിവും പറവണ്ണ പോർട്ടിലെ പിരിവും എല്ലാം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് മറ്റു കാര്യങ്ങൾ എല്ലാം നടത്താൻ അദ്ദേഹത്തിന് അധികാരം കൊടുത്തുകൊണ്ട് ഇത് പിരിച്ചെടുത്തിട്ട് നേരെ സാമൂതിരിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കാര്യസ്ഥന്മാരുണ്ട്. ആ കാര്യസ്ഥന്മാർക്ക് വേറെ അധികാരപത്രം കൊടുത്തുകൊണ്ട് സാമൂതിരി അവർക്കും രാജാവിൽ നിന്നും വേറിട്ട അധികാരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തിട്ട് പിന്നീട് രാജാവ് സത്യത്തിൽ ഒരു സ്റ്റാമ്പായി വെർബ സ്റ്റാമ്പായി എന്ന് പറയുന്ന മാതിരി ഒന്നും അല്ലാതായി മാറുകയാണ് ചെയ്യണത്. അല്ലാതെ ചരിത്രത്തിൽ സാമൂതിരിയും വെട്ടത്ത് രാജാവും ഏത് രാജാവെങ്കിലാവട്ടെ വെട്ടത്ത് രാജാവിനായിട്ട് യുദ്ധം ചെയ്തതായിട്ടുള്ള ഒരു ചരിത്രം കൃത്യമായി പറയാൻ കഴിയണില്ല. പക്ഷേ അതേസമയം സാമൂതിരി പൊന്നാനിയിൽ നിന്ന് ഇവിടെ എത്തിയാൽ കാര്യങ്ങൾ തീരുമാനിച്ച് പള്ളിയേറ കൊള്ളുന്ന, അതായത് ഇവിടെ സംബന്ധവും അതുപോലെ തന്നെ വെട്ടത്ത് രാജാവിന് സാമൂതിരി കോലത്തും സംബന്ധവും അതുപോലെ തന്നെ വെട്ടത്ത് രാജാവിനെ ശരിക്ക് പറഞ്ഞാൽ ഈ മാമാങ്കത്തിൽ സ്വന്തം വലത് കൈ പിടിച്ചുകൊണ്ട് ഉയർത്തുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായും അധികാരിയായിട്ടും വെട്ടത്ത് രാജാവിനെ അംഗീകരിച്ച് വാഴ്ത്തപ്പെടുന്ന ഒരു സാമൂതിരി ഇവിടുത്തെ ഭരണത്തിൽ ഇടപെടാൻ സാധ്യത ഉണ്ടായപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി സൃഷ്ടിച്ച ഒരു തന്ത്രമാണ് വെട്ടത്ത് രാജാവിൻ്റെ ശക്തി ചോർന്നത്. അല്ലാതെ വെട്ടത്ത് രാജാവും സാമൂതിരിയും തമ്മിൽ യുദ്ധമുണ്ടായതായിട്ട് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഈ മാറ്റങ്ങൾ കൂടാതെ ഇത് വെട്ടത്ത് രാജാവിൻ്റെ ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക 1531 നമ്മളെ പോർച്ചുഗീസ് ഇവിടെ വന്നതിന് ശേഷം ചാലിയങ്കോട്ട പണിയാണവർ. ചാലിയങ്കോട്ട പണിയാൻ അവർക്ക് അവസരം കിട്ടിയത് ചാലിയത്തെ സ്വരൂപം പപ്പു സ്വരൂപത്തിലെ മൂത്തമാൻ ദരിദ്രനായ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടത്ത് രാജാവ് ഇടപെട്ടിട്ട് അംഗീകരിച്ച് കോട്ട കെട്ടാൻ സമ്മതിക്കാൻ. ആ കോട്ട കെട്ടാൻ തന്നെ ചാലിയത്തെ പള്ളി പൊളിച്ച് അവിടുത്തെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് കോട്ട കെട്ടിയത്. മാത്രമല്ല മുസ്ലിങ്ങൾ അന്ന് വരെ ഇവിടെ അരി കൊണ്ടുവന്നിരുന്നത് വ്യാപാരികൾ, മുസ്ലിം വ്യാപാരികൾ, അത് കൊണ്ടുവരൽ മുടക്കി. അതുപോലെ തന്നെ കടലിൽ ഈ കടലാകെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു തന്ത്ര പ്രദേശമായിട്ടാണ് ചാലിയങ്കോട്ട. അവിടെ എല്ലാവരെയും കടലിൽ വെച്ച് പിടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ കരയിലും മുസ്ലിങ്ങളെ വേട്ടയാടി കൊല്ലുന്ന ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ട് സാമൂതിരിക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇത് പഴയ സാമൂതിരി അത് അന്ന് ഈ ചാലിയത്ത് കോട്ട കെട്ടാൻ അനുവദിച്ച സമയത്തുള്ള സാമൂതിരി മരിച്ചപ്പോൾ നമ്പ്യാതിരി വന്നപ്പോൾ നമ്പ്യാതിരി ആ കരാറ് മുഴുവൻ നിർത്തലാക്കിയിട്ട് അദ്ദേഹം യുദ്ധം തുടങ്ങിയ സമയത്ത് സത്യത്തിൽ ഇവരോട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ
മുസ്ലിം രാജാക്കന്മാരോട് വരെ സഹായം ചോദിച്ചിട്ട് അഭ്യർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾ ഈജിപ്തിൽ നിന്നും സഹായം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. മറിച്ച് പൊന്നാനി മുതൽ പരപ്പനങ്ങാടി വരെ ചാലിയത്തടക്കമുള്ള മാപ്പിളന്മാർ ഈ 2 മാസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയപ്പോൾ മാപ്പിളന്മാരും നായന്മാരും ഒരുമിച്ച് ഒരു യുദ്ധയാത്ര നടത്തുകയാണ്. എവിടേക്ക്? ചാലിയം കോട്ടയിൽ ഇവർക്കെതിരായിട്ട്. അങ്ങനെ ചാലിയം കോട്ട പിന്നെ ഈ മാപ്പിളന്മാരും നായന്മാരും കൂടി പിന്നെ സംയുക്തമായി പടയുടെ സഹായത്തോടു കൂടിയിട്ട് പിന്നെ നിരോധിച്ചിട്ടാണ് പിന്നെ ഇവർ പരാജയപ്പെടുന്നത്. ഈ പരാജയപ്പെടുമ്പോൾ പിന്നെ വെട്ടത്ത് രാജാവാണ് ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ പിന്നെ പോർച്ചുഗീസുകാർക്ക് കോട്ടയിൽ നിന്ന് ജീവനോടെ പോകാനുള്ള മധ്യസ്ഥം വഹിച്ച് ജീവനോടെ പോകാൻ അനുവദിച്ചത്. സത്യത്തിൽ അതിലൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള പടയാളികൾ പറയുന്നുണ്ട്, ഖുർആൻ തൊട്ട് സത്യം ചെയ്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കോട്ടയിൽ കയറി ഞങ്ങളെ ജീവൻ ബലിയർപ്പിക്കാൻ ജീവൻ ബലിയർപ്പിക്കുന്നു ഇതിനു വേണ്ടിയിട്ട്. അപ്പം നായന്മാരായ പടയാളികൾ പറഞ്ഞെന്താ പറഞ്ഞാൽ, നിങ്ങളെ ആദ്യം ഞങ്ങൾ ഇതിനു വേണ്ടി മരിപ്പിക്കില്ല, ഞങ്ങളായിരിക്കണം ആദ്യം ഈ പിന്നെ യുദ്ധത്തിൽ മരിക്കേണ്ടതെന്ന് നായർ പടയാളികളും പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ സംഭവമാണ്. ഈ സംഭവത്തെ ഞങ്ങൾ വെട്ടത്തുനാട് ഞങ്ങളെ കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി എടുത്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരം ഇതാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തെ, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഇന്നേ വരെ ആരും പുറത്തു പറയുകയോ ചെയ്തിട്ടില്ല. ഒരു ജനമാണ് ഇവിടെ, ചരിത്രം ജനതയുടേതാണെന്ന് തെളിയിക്കപ്പെടുന്ന സംഭവമാണത്. അത്തരം സംഭവങ്ങൾ പുറത്തു വരാതെ രാജാവിൻ്റെ കഥകളിലും യുദ്ധകഥകളിലും ഒതുങ്ങിക്കൊണ്ട് ചരിത്രം പോകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വെട്ടത്തിൻ്റെ വെട്ടം എന്ന് പറഞ്ഞത് നാടുവാഴിയായിട്ട് പടിയത്തുണ്ടായിരുന്ന ആളാണ്, ഒരു കുടുംബമാണ്. അതായത് ഒരു കാലഘട്ടം